എല്ലാവരും വിചാരം നമ്മളത് കിറ്റ് കൊണ്ടുവന്നിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വിചാരിക്കുന്നത്. പക്ഷെ എല്ലാവരും സംശയിക്കാറുണ്ട്. നമ്മൾ ഇത്ര നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പലരും ചോദിക്കാറുണ്ട് ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണോ, കിറ്റ് വാങ്ങിച്ച് നിങ്ങൾ അസംബിൾ ചെയ്ത് കൊടുക്കുകയാണോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ അവരൊക്കെ ഞാൻ നേരിട്ട് വന്ന് കാണിക്കാറുണ്ട്. ഇങ്ങനെ ഒരു അത്രയും പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റി കണ്ടിട്ടായിരിക്കും അവരങ്ങനെ ചോദിക്കുന്നുണ്ടാവുക. ഈ ബിൽഡിങ്ങിൽ തന്നെയാണ്, ഈ 3 ഫ്ലോർ ബിൽഡിങ്ങിലാണ് നമ്മളെല്ലാ കൺസ്ട്രക്ഷനും എല്ലാം നടക്കുന്നത് ഇവിടെ തന്നെയാണ്. A തൊട്ട് സെഡ് വരെ നമ്മൾ തന്നെ ചെയ്യും. നമ്മൾ പുറത്തുനിന്നല്ല, നമ്മൾ പ്യുവർലി നമ്മുടെ കേരളത്തിൽ നിന്ന് മാനുഫാക്ചർ ചെയ്ത യൂണിറ്റാണ്. ഇതൊരു ഇൻഡസ്ട്രിയൽ ലിഫ്റ്റാണ്, കാർഗോ ലിഫ്റ്റാണ്. നമ്മുടെ താഴെ ഫാബ്രിക്കേഷൻ കഴിഞ്ഞ് ഈ ഫ്ലോറിൽ നിന്ന് നേരെ പെയിന്റിംഗ് സെക്ഷനിലേക്ക് പോകും. പെയിന്റിംഗ് സെക്ഷനിൽ പിന്നെ അസംബ്ലിന് ശേഷം ഫൈനൽ പ്രൊഡക്റ്റ് ആണ് നമ്മളെ അസംബ്ലിംഗ് റൂമിലേക്ക് കൊണ്ടുവരുന്നത്. അസംബ്ലിംഗ് റൂമാണ്. നമ്മളിവിടെ പാനൽസ് ഒക്കെ വെച്ച് അസംബിൾ ചെയ്ത് ഗ്ലാസ് ഒക്കെ വെച്ച്, അതായത് ടഫൻ ഗ്ലാസ് വെച്ച് ചെയ്യുന്ന ഒരു റൂമാണത്. ഇതിലാണ് എല്ലാ അസംബ്ലിംഗ് നടക്കുക. ഇത് നമ്മൾ 2017 ലാസ്റ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇതിലേക്ക് കടക്കാൻ കാരണം, എൻ്റെ വീട് പണിയുന്ന സമയത്ത് ഞാൻ റെഫറൻസിന് വേണ്ടി കുറേ വീടുകൾ പോയിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ സ്റ്റേജിലുള്ള വീടുകൾ, കൺസ്ട്രക്ഷൻ കഴിഞ്ഞ വീടുകൾ ഒക്കെ. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ കഴിഞ്ഞുള്ള വീടുകളിലേക്ക് പാരൻസിന് മേലെ കയറാനുള്ള ബുദ്ധിമുട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കും തോന്നി നമ്മൾ അങ്ങനെ വീട് പണിതിട്ട് ചെയ്യും. ഏജ്ഡ് ആകുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഏജ്ഡ് പാരൻസും മേലേക്ക് കയറില്ല. കാരണം അവർക്ക് മുട്ടുവേന, കാലുവേന അങ്ങനെയുള്ള പ്രശ്നങ്ങളെ കൊണ്ടാണ് അവർ കയറാത്തത്. അപ്പോൾ ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ വീടുകളിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സിംപ്ലസ്റ്റ് മെത്തേഡ് എന്തെങ്കിലും ഉണ്ടോയെന്നാണ് ഞാൻ സെർച്ച് ചെയ്തത്. ഞാൻ ഓൾറെഡി എക്സ്പീരിയൻസ് ആയിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. ഞാൻ പുറത്തായിരുന്നു, ഗൾഫ് കൺട്രീസിലായിരുന്നു. അപ്പോൾ നമ്മൾക്ക് കുറച്ച് മെഷീൻസ് മാനുഫാക്ചറിങ് വേണ്ടി ബന്ധമുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലൊരെണ്ണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമം തുടങ്ങിയത്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഓപ്പൺ ആയിട്ടൊരു ഇതൊക്കെ ഇട്ട് നോക്കി. പിന്നെ ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് പ്രീമിയം കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. ഇപ്പോൾ സാധാരണ ലിഫ്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിളാണ്. ആ ലിഫ്റ്റുകളൊന്നും നമുക്ക് നമ്മുടെ വീടുകളിൽ വയ്ക്കാൻ പറ്റില്ല. ഹ്യൂജ് സൈസാണ് അത്. നമുക്ക് വളരെ കോമ്പാക്റ്റ് ആയിട്ട് സിംഗിൾ ഫേസിൽ കറണ്ട് പോയാലും പ്രശ്നമില്ലാത്ത രീതിയിൽ അതിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് എടുക്കുന്നത്. പിന്നെ ഹാർഡ്വെയർ ലിഫ്റ്റ്സാണ് ഹോം ലിഫ്റ്റ്സിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്. മറ്റതെല്ലാം വയറോപ്പും പുള്ളിയൊക്കെ വെച്ച് മൂവ് ചെയ്യണം. അതിന് മെഷീൻ റൂമും സറൗണ്ടർ റൂമും ഷാഫ്റ്റൊക്കെ വേണം. ഇതൊന്നും ഇല്ലാത്ത ടൈപ്പുകളിൽ നിന്നാണ് ഇങ്ങനൊരു ഉത്ഭവം ഉണ്ടായത്. അപ്പോൾ ഇൻറ്റീരിയറിൽ നമ്മൾ ലിഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൽ ഓയിലോ ഗ്രീസ് ഇല്ലാത്ത ടൈപ്പ് റെയിൽ മെഷ് പിന്നെ കണ്ടുപിടിച്ചാണ് നമ്മൾ ജർമ്മനിയിൽ നിന്നുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ജർമ്മൻ റെയിൽസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഓയിൽ ഗ്രീസ് ആവശ്യമില്ല. നമുക്ക് ഒരിക്കലും തേമാനം വരാത്തൊരു ടൈപ്പ് ഗൈഡ്സും റെയിൽസും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലിഫ്റ്റ് വീടുകളെ സംബന്ധിച്ച് മെയിൻ്റനൻസ് ഫ്രീ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ആദ്യം 2 കൊല്ലം ഞാൻ അതിന് പരീക്ഷണത്തിന് വേണ്ടി ഞാൻ ശ്രമിച്ചിട്ട് 2 കൊല്ലം ഞാൻ R&D ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയത്. പിന്നെ ആദ്യത്തെ 2-3 ദിവസം ഉണ്ടാക്കി അത് ഫെയിലിയർ ആയി. പിന്നെ പതുക്കെ ഗ്രാജുവലി നമ്മൾ നമ്മുടെ ഇതിലേക്ക് കടന്നു. ഇപ്പോഴും നമ്മൾ ഇതിൽ R&D നടത്തിക്കൊണ്ടിരിക്കുന്നത്. G+1 മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫ്ലോർ മാത്രം ചെയ്ത് 2 ഫ്ലോറിലേക്ക് കടന്നു. ഞങ്ങൾ 3 ഫ്ലോറിലേക്ക് 4 ഫ്ലോറിലേക്ക് പതുക്കെ കാൽ വെച്ചിട്ടുണ്ട്. അടുത്ത ഉദ്യമനം അതാണ്.